ഫായിസ കെ. ഞാൻ വരുന്നത് അംബേദ്കർ വിദ്യാനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്. എനിക്ക് ഇവിടെ വരാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല. ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു തറവാട് ലുക്കാണ് കാണപ്പെട്ടത്. പിന്നെ അങ്ങനെ വൃക്ഷങ്ങൾ, അതുപോലെ തന്നെ അതൊക്കെ പതിഞ്ഞൊരു നല്ലൊരു മുറ്റം. പിന്നെ സാർ പറഞ്ഞത് വെച്ചിട്ട് മുമ്പുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി കൂട്ടി ഒരു നല്ലൊരു പ്ലാനും കൂടി ഇനി പഠിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ആൾക്കാർ വന്നത് മുതൽ നല്ലോണം നമ്മളെ സ്വീകരിക്കുന്നുണ്ട്. വന്നപ്പോൾ തന്നെ ബിസ്ക്കറ്റും വെള്ളവും തന്നു, പിന്നെ ഭക്ഷണം തന്നു. ഇപ്പോൾ ഇവിടെ വന്ന് പറയാനൊരു അവസരം തന്നു. ഇനി ഇവിടെ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായും വരും. സ്കൂളിൽ നിന്നല്ലെങ്കിൽ വേറൊരു വഴിയില്ലെങ്കിലും വരും. താങ്ക് യു. ഫാത്തിമ രവി, ഡോക്ടർ അംബേദ്കർ വിദ്യാനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് നല്ല അനുഭവങ്ങളാണ് ഉണ്ടായത്. ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നാളെ എന്തൊക്കെ ചെയ്യണം, ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള സംഭവങ്ങളെല്ലാം ഇവിടുത്തെ മാഷ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങളായിരുന്നു. ഇവിടുത്തെ ആളുകളുടെ പെരുമാറ്റവും സ്വഭാവവും എല്ലാം നല്ല രീതിക്കായിരുന്നു. ഇനിയും ഇവിടെ വരാൻ എനിക്ക് അവസരം കിട്ടിയെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് വരും. കാരണം ഇവിടെ നിന്ന് ഓരോ സംഭവവും ഞങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഒരു പാഠങ്ങളാണ്. എൻ്റെ പേര് വിനോദ്. ഞാൻ അംബേദ്കർ സ്കൂളിൽ നിന്ന് ഇവിടെ ആശ്രമത്തിൽ എന്നിട്ട് എൻ്റെ ക്ലാസ്സിന് എനിക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ പഠിത്തത്തിനെല്ലാം ഒരു ഉന്മേഷം കിട്ടി. പിന്നെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു മോട്ടിവേഷനും പഠിക്കാൻ്റെ ഒരു റൂട്ടീനും എല്ലാം ഇതിൽ കിട്ടി. വളരെ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. കുട്ടികൾക്കൊക്കെ വളരെ വന്നപാട് തന്നെ നല്ല ഇഷ്ടപ്പെട്ടു. ചായയല്ല വെള്ളം, നാരങ്ങ വെള്ളം കുട്ടി കുട്ടികളെല്ലാം നല്ല റിഫ്രഷായി. പിന്നെ സാറിൻ്റെ ക്ലാസ്, ശ്രീധരൻ സാറിൻ്റെ ക്ലാസ് വളരെ അവർക്ക് ഹെൽപ്ഫുള്ളായ ക്ലാസ്സായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ വളരെ വഴിത്തിരിവാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ കൂടാതെ ഈ ക്ലാസ് കൊണ്ട് ഞങ്ങൾക്ക് സ്കൂൾ പോയാൽ അവിടെ പഠിപ്പിക്കുമ്പോൾ ഈ കുട്ടികളെ നല്ലൊരു കുട്ടികളായിട്ട് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം.